വഞ്ചിക്കുന്നത്. ഈ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് തുടങ്ങി നിങ്ങൾ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും എവിടെ എന്തെല്ലാം കേസുകൾ, ഏതെല്ലാം ഏജൻസികൾ, ഇപ്പൊ അവസാനം മകളുടെ നേർക്ക. അമ്മക്കൊക്കെ പെങ്ങന്മാരും ഭാര്യമാരും മക്കളൊക്കെ ഉണ്ടല്ലോ. വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പോലും കുടുംബത്തിൽ നിന്ന് പുറത്തിടുന്ന എന്ത് നീതിയാണ് സർ ഇതിലുള്ളത്? ഈ നടത്തിയ ഈ അന്വേഷണങ്ങൾ മുഴുവൻ എവിടെ എത്തി സർ? എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ ഇപ്പോ ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിൽ ഒരു പരിധി വേണ്ടേ? കേരളത്തിലെ ജനം ഇത് തിരിച്ചറിഞ്ഞതല്ലേ? ഇങ്ങനെ ഏതെങ്കിലും വകുപ്പുണ്ടാക്കി SFIO നമ്മൾ കേട്ടിട്ടുണ്ടോ സർ? ഈ ഏജൻസി ഏതെല്ലാം ഏജൻസികൾ പുറത്തേക്ക് നിങ്ങൾക്ക് പൊള്ളും. നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് അന്വേഷണം വരുന്നൊരു കാലമുണ്ടാവും. മനസ്സിലായ? ഫാറൂഖ് അബ്ദുള്ള ഡൽഹിയിൽ നിന്ന് പ്രസംഗിച്ചതാ നിങ്ങളോട് പറയാനുള്ളത്. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു രാത്രി കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ല. തിരിഞ്ഞ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ എത്തുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും, കുടുംബമായി ജീവിക്കുന്നവരെ പോലും കുടുംബമായി ജീവിക്കാൻ അനുവദിക്കാത്ത മനുഷ്യത്വരഹിതമായ ഈ പ്രവർത്തനം നിങ്ങൾ അവസാനിപ്പിക്കണം. ഇതാണ് രീതി. ഇപ്പൊ ലീഗ് ആകെ മാറി സർ. ഇപ്പൊ എന്താ പറയുന്നത്? രാമക്ഷേത്രം പണിയണം. അത് പൊളിച്ചോട്ടെ. അതിനെന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ വിഷമിക്കണ്ട. സാദിഖലി തങ്ങളുടെ ഇപ്പത്തെ ഒരാഴ്ച മുമ്പത്തെ പ്രസ്താവനയാ. നമ്മളതിനോട് കൂട്ടുനിൽക്കണം. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ആഗ്രഹം നടത്തിക്കണം. ആയിക്കോട്ടെ, നല്ല കാര്യമാണ്. ഇനിയിപ്പോ എന്താണ്? 2025 എന്ന് പറഞ്ഞാൽ 1925 RSS രൂപീകൃതമായത് 100ാം വർഷം പൂർത്തിയാക്കിയാണ്. അടുത്ത വരാൻ പോണെന്താ? എനിക്കൊന്നും തരണം സർ. 2 മിനിറ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പള്ളിയിൽ ബാങ്ക് കൊടുക്കേണ്ടതിന്റെ തീരുമാനം ഉടനെ വരും. അപ്പൊ തങ്ങൾ പറയും എന്തിനാണ് ബാങ്ക് കൊടുക്കുന്നത്? ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമസ്കാരം അറിയിക്കാനാണ്. നബിന്റെ കാലത്ത് വാച്ചും ഫോണൊന്നും ഇല്ലല്ലോ. സമയം കൃത്യമായിട്ട് അല്ലല്ലോ, സമയം കൃത്യമായിട്ട് കഴിയും. അതുകൊണ്ട് ബാങ്ക് വേണ്ടെന്ന് പറയും. പള്ളിയിലെ ജമാഅത്ത് നമസ്കാരങ്ങള് അത് നിർത്തലാക്കണം. അവിടെ ഭയങ്കരമായ ഗൂഢാലോചന നടക്കുന്ന ആ ജമാഅത്ത് നമസ്കാരങ്ങൾ ഇവിടെ നിർത്തലാക്കും. തങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. പിന്നെ ഉള്ളത് പിന്നെ ഉള്ളത് ഈ വെള്ളിയാഴ്ച നമസ്കാരമാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. അവിടെ വലിയ സംഘം ചേരലാണ്. അതുകൊണ്ട് ജമാഅത്ത് നടത്താൻ പാടില്ല എന്ന് പറയുമ്പോ അപ്പൊ ഫത്വ വരും. ജമാഅത്തിന്റെ ആവശ്യമില്ല, പള്ളിയിൽ കുത്തുബന്റെ ആവശ്യമില്ല, മൗലവിമാര് ഫോണിൽ പ്രസംഗിച്ച് ഗ്രൂപ്പിലേക്ക് വിട്ടാൽ മതി എന്ന് പറയുന്ന കാലം അതിവിദൂരമല്ല സർ. അങ്ങോട്ടേക്കാണ് ഈ പോണത്. പള്ളി പൊളിച്ച് കേരളത്തിലെ പള്ളികളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പറയും അതൊക്കെ പണ്ട് നമ്മളെ പള്ളികളൊന്നുമല്ല, നമ്മളിവിടെ വന്നുകൂടിയ മുസ്ലിങ്ങളാണ്, അത് അവരെടുത്തോട്ടെ എന്ന് പറയാൻ ഒരു മടിയില്ല. ജിഫ്രി തങ്ങളും വിഭാഗവും ആ മത നേതാക്കൾ മുഴുവൻ വിട്ടുനിന്ന് ഈ ലീഗിന്റെ വോട്ടിലുണ്ടായ ചോർച്ച മലപ്പുറം ജില്ലയിൽ പ്രത്യക്ഷമാണ് സർ. ആ 2 സീറ്റ് പാർലമെന്റ് സീറ്റ് ജയിക്കാൻ അവർക്ക് കഴിയില്ല സർ. അപ്പോ അവിടുത്തെ RSSന്റെയും BJPയുടെയും ചോർന്നു പോകുന്ന ഈ മുസ്ലിം വോട്ടിലേക്ക് ആഡ് ചെയ്യാൻ RSSന്റെയും വോട്ട് ചെയ്യാത്ത കുറെ ഹിന്ദു സമുദായങ്ങളുണ്ട് സർ. അവിടെ ഒരു കാലത്ത് മാപ്പിളാർക്ക് വോട്ട് ചെയ്യാത്ത ആ വോട്ടും കൂടി കിട്ടിയാൽ ഈ പൊന്നാനി ഒരു സെക്കൻഡ് സർ മലപ്പുറം ജയിപ്പിക്കാൻ പറ്റുമോ? അവിടെ കൺക്ലൂഡ് ചെയ്യാണ് സർ. ആ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് സർ ഈ ലീഗ്. 3ാമത് സീറ്റ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിർത്തിയല്ലോ. 2 തന്നെ ജയിപ്പിക്കാൻ കഴിയില്ല സർ. 2 തന്നെ പ്രയാസ. പ്ലീസ് കൺക്ലൂഡ്. അല്ലാതെ ഒറ്റ ആരുമില്ല സർ. അപ്പൊ നിർത്താണ്. ഞാൻ ആരുമില്ല, എല്ലാം കഴിഞ്ഞു. അപ്പോ ഈ പറഞ്ഞ രീതിയിൽ ഈ അവസ്ഥയിൽ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രതിപക്ഷം ഇവിടെ നടത്തിയ എന്ത് സർ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യത്തിനെ കുറിച്ച് ഇവരൊക്കെ പറഞ്ഞത്? സർ, സുപ്രീം കോടതി പറഞ്ഞു ഈ പറയുന്ന സാമ്പത്തികമായി ഇരിക്കുന്നുണ്ട്. അത് പോലും സമ്മതിക്കാത്തവരാണ് സർ. അതുകൊണ്ട് ഈ പിന്തുണ